നമസ്തേ, റീദാസ് ഗാലറിയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് പാവയ്ക്ക വെച്ചിട്ടുള്ള 2 വിഭവങ്ങളാണ്. ഞങ്ങളുടെ പാലക്കാട് സൈഡിലുള്ളവർ ഈ പാവയ്ക്കയ്ക്ക് കയപ്പയ്ക്ക എന്നാണ് പറയുക. അപ്പോൾ ഈ കയപ്പയ്ക്കയുടെ കയപ്പൊക്കെ കുറച്ചിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിൽ നമുക്ക് ചോറിനൊക്കെ കഴിക്കാൻ പറ്റുന്ന 2 തരത്തിലുള്ള വിഭവങ്ങളാണ് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കില്ലല്ലോ. എന്നാൽ നമുക്ക് സമയമൊട്ടും കളയാതെ എത്രയും പെട്ടെന്ന് ഈ പാവയ്ക്ക വെച്ചിട്ടുള്ള 2 വിഭവങ്ങളും എങ്ങനെ ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം. നമ്മളുടെ ആദ്യത്തെ വിഭവം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 2 മീഡിയം സൈസിലുള്ള പാവയ്ക്ക നന്നായി കഴുകിയ ശേഷം അതിൻ്റെ കുരുവൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്. കളഞ്ഞെടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് നൈസായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുക. സാധാരണ നമ്മൾ ഉപ്പേരിക്കൊക്കെ കട്ട് ചെയ്യണില്ലേ, ഉപ്പേരി അല്ലെങ്കിൽ മെഴുക്ക് വരട്ടിക്കൊക്കെ കട്ട് ചെയ്യണ പോലെ ഇതുപോലെ നൈസായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്കൊരു 1 ടേബിൾ സ്പൂൺ ഉപ്പിട്ട് കൊടുക്കുക. ഉപ്പിട്ടതിന് ശേഷം ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. പാവയ്ക്കയുടെ കയപ്പ് കുറയാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ഉപ്പിട്ടിട്ട് നമ്മളിപ്പോൾ ഈ ചെയ്യുന്ന കാര്യങ്ങൾ പാവയ്ക്കയുടെ കയപ്പൊന്ന് കുറഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ചെയ്യുന്നത്. ഇതുപോലെ ഇങ്ങനെ കുടഞ്ഞെടുത്ത് കഴിഞ്ഞാൽ പാവയ്ക്കയിലെ എല്ലാ സൈഡിലും ഒരേപോലെ നേരെ പോലെ ഉപ്പാവും. ഇതുപോലെ നമ്മൾ കൈകൊണ്ട് ഇങ്ങനെ മിക്സ് ചെയ്യണേക്കാട്ടിലും നല്ലത് കുടഞ്ഞെടുക്കുമ്പോഴാണ് പെട്ടെന്ന് ഉപ്പാവണം. ഇപ്പോൾ അത് കണ്ടില്ലേ, പാവയ്ക്കയുടെ എല്ലാ സൈഡിലും ഒരേപോലെ ഉപ്പായിട്ടുണ്ട്. ഇനി ഇത് അടച്ചു വെച്ചിട്ടൊരു 1.5 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക. ഇപ്പോൾ ഒരു 1.5 മണിക്കൂറിന് ശേഷം ഞാൻ പാവയ്ക്ക നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. ഒരു 3-4 തവണ കഴുകിയെടുക്കണം. അതിലെ ഉപ്പ് നല്ലോണം നമ്മൾ ഉപ്പിട്ടിട്ട് മിക്സ് ചെയ്തിട്ടില്ലേ, അപ്പോൾ അതിലെ ഉപ്പിൻ്റെ അംശമൊക്കെ നല്ലതായിട്ട് കളഞ്ഞെടുക്കണം. അതായത് ഇപ്പോൾ നല്ലതായിട്ട് കളഞ്ഞെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പാവയ്ക്ക ഇവിടുന്ന് മാറ്റി വയ്ക്കാം. പിന്നെ ഒരു വലിയൊരു പൊട്ടറ്റോ അത് വേവിച്ചെടുത്തതിന് ശേഷം അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ ഒന്ന് സ്ക്വയറായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുക. പിന്നെ ഒരു മീഡിയം സൈസിലുള്ള ഒരു സവാള ഞാൻ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. സാധാരണ നമ്മൾ ഉപ്പേരിക്കൊക്കെ കട്ട് ചെയ്യണില്ലേ, അതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുക. ഇനി നിങ്ങൾക്ക് ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്യണമെന്നില്ല, നിങ്ങൾക്ക് ഏത് തരത്തിൽ വേണമെന്നുണ്ടെങ്കിലും കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഉപ്പേരി ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ ഒഴിയുമ്പോഴാണ് ഉപ്പേരിക്കൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഇപ്പോൾ എണ്ണയ്ക്കൊന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഈ ചൂടായ എണ്ണയിലേക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക. ഇപ്പോൾ കടുകൊക്കെ ഒന്ന് പൊട്ടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച സവാള ഉണ്ടല്ലോ, ആ സവാള ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് കുറച്ച് പച്ചമുളകും കൂടിയും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു 4 പച്ചമുളക് അതും ഇട്ട് കൊടുക്കുക. മുളക് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. പിന്നെ ഒരു 2 തണ്ട് കറിവേപ്പിലയും ഇതിലേക്ക് ഊരിയിട്ട് കൊടുക്കുക. കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് ഇത് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. സാധാരണ നമ്മൾ ഉപ്പേരിയൊക്കെ ഉണ്ടായില്ലേ, മെഴുക്ക് വരട്ടിയൊക്കെ ഉണ്ടാക്കുമ്പോൾ വഴറ്റിയെടുക്കണില്ലേ, അതുപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. സവാളയുടെ കളറൊക്കെ ഒന്ന് മാറി വരുന്നത് വരെ ഒന്ന് വഴറ്റിയെടുത്താൽ മതി. ഇപ്പം സവാളയൊക്കെ ഒന്ന് സോഫ്റ്റായിട്ട് അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്കൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. മഞ്ഞൾപ്പൊടി ഇട്ടതിന് ശേഷം ഇതൊന്ന് നേരെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പം മഞ്ഞൾപ്പൊടിയൊക്കെ സവാളയിൽ നേരെ മിക്സായി കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അവിടെ കഴുകി വെച്ച പാവയ്ക്ക ഉണ്ടല്ലോ, ഈ പാവയ്ക്ക ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. പാവയ്ക്കയിൽ വെള്ളമൊന്നും തീരെ ഇല്ലാതെ ഇട്ട് കൊടുക്കുക. ഇനി ഈ പാവയ്ക്കയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുക. ഉപ്പിട്ടതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ പാവയ്ക്കൊക്കെ നേരെ മിക്സായി കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് അടച്ചു വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. ഇപ്പോൾ പാവയ്ക്കൊക്കെ നല്ലതായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നേരെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. പാവയ്ക്കയിൽ ഉപ്പൊക്കെ ഒന്ന് പാകല്ലേ നോക്കുക. പാവയ്ക്കയിൽ ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ഉണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് കട്ട് ചെയ്ത് വെച്ച പൊട്ടറ്റോ ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഈ പൊട്ടറ്റോൻ്റെ മുകളിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. പാവയ്ക്കയിൽ നമ്മൾ നേരത്തെ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ പൊട്ടറ്റോൻ്റെ മുകളിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ഇട്ടിട്ട് ഇതൊന്ന് നേരെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. മിക്സ് ചെയ്തതിന് ശേഷം ഒന്നുകൂടി ഇത് അടച്ചു വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്യണം. അപ്പോഴേക്കും നമ്മുടെ പൊട്ടറ്റോയിലേക്കൊക്കെ ഉപ്പൊക്കെ നന്നായിട്ട് പിടിച്ചിരിക്കുകയും ചെയ്യും. ഇപ്പോൾ പൊട്ടറ്റോയിലൊക്കെ നന്നായിട്ട് ഉപ്പ് പിടിച്ചിട്ടുണ്ടാവും. കാരണം നമ്മൾ കുറച്ച് നേരം ഇത് അടച്ചു വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തില്ലേ, അപ്പോൾ ഉപ്പൊക്കെ ഇട്ടതിന് ശേഷം അപ്പോൾ പൊട്ടറ്റോയിലും കയ്പ്പയ്ക്കയിലൊക്കെ നന്നായിട്ട് ഉപ്പ് പിടിച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചെറുതായിട്ടൊന്ന് നീര് വലിച്ചെടുക്കുക. കൂടുതലായിട്ടൊന്നും വേണ്ട. അപ്പോൾ അതൊന്ന് ഈ ഉപ്പേരി ഒന്ന് ഇതിങ്ങനെ പരത്തിയിട്ട് ഇട്ട് കൊടുക്കുക. ഇപ്പം നമ്മളുടെ ഉപ്പേരിയുടെ
നീരൊക്കെ വലിഞ്ഞിട്ടിട്ടുണ്ട്. ഈ ആവശ്യത്തിന് മൂത്തിട്ടുണ്ട്. കയ്പ്പയ്ക്കൊക്കെ ഇത്രയ്ക്ക് ആയാൽ മതി, കൂടുതലായിട്ടൊന്നും വേണ്ട. ഇനി ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ തൂവി കൊടുക്കാം. വെളിച്ചെണ്ണ തൂവിയതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. അതിന് ശേഷം ഇതൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. ഇപ്പം നമ്മളുടെ ഒരു ഉപ്പേരി റെഡി ആയില്ലേ. ഇനി നമുക്ക് അടുത്ത ഉപ്പേരി എങ്ങനെ ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ എടുത്ത പോലെ തന്നെ മീഡിയം സൈസിലുള്ള 2 പാവയ്ക്ക തന്നെയാണ് ഈ ഉപ്പേരി ഉണ്ടാക്കാനും എടുത്തിട്ടുള്ളത്. അത് കഴുകിയതിന് ശേഷം കുരുവൊക്കെ കളഞ്ഞിട്ട് ഒന്ന് നൈസായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്ത് കൊടുത്തിട്ടുണ്ട്. നേരത്തെ കട്ട് ചെയ്ത പോലെ തന്നെ അതുകൊണ്ടല്ലേ ഇതുപോലെ ഒന്ന് നൈസായിട്ടൊന്ന് കട്ട് ചെയ്യുക. പിന്നെ നമ്മൾ പാവയ്ക്കയുടെ കയ്പ്പ് കുറയാൻ വേണ്ടിയിട്ട് നേരത്തെ ചെയ്തില്ലേ, ഒരു 1.5 മണിക്കൂർ ഉപ്പിട്ടിട്ട് വെച്ചതിന് ശേഷം നല്ലതായിട്ട് കഴുകി എടുത്ത് കൊടുത്തിട്ടില്ലേ, ഇതും അതുപോലെ ഉപ്പിട്ടതിന് ശേഷം നല്ലതായിട്ട് ഒരു 3-4 തവണ കഴുകിയിട്ട് അതിൻ്റെ ഉപ്പിൻ്റെ അംശമൊന്നും തീരെ കഴുകിയെടുത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ പാവയ്ക്ക് നമുക്ക് ഇവിടുന്ന് മാറ്റി വയ്ക്കാം. പിന്നെ മീഡിയം സൈസിലുള്ള 2 സവാളി ഒന്ന് നൈസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ ഒന്ന് നൈസായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുക. ഇനി ഈ സവാളി നമുക്ക് ഇവിടുന്ന് മാറ്റി വയ്ക്കാം. പിന്നെ മീഡിയം സൈസിലുള്ള 2 തക്കാളിയും ഞാൻ സവാള കട്ട് ചെയ്ത് അതേപോലെ തന്നെ തക്കാളി ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ തക്കാളിയും സവാളയൊക്കെ ചേർക്കുമ്പോൾ നമ്മുടെ പാവയ്ക്കയുടെ കയ്പ്പ് നന്നായിട്ട് കുറഞ്ഞ് കിട്ടും. ഇനി നമുക്ക് ഉപ്പേരി ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ വെച്ചിട്ട് ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കുക. ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇപ്പോൾ എണ്ണയൊക്കെ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഈ ചൂടായ എണ്ണയിലേക്ക് നമ്മൾ നേരത്തെ അവിടെ കട്ട് ചെയ്ത് വെച്ച സവാള ഉണ്ടല്ലോ, ആ സവാള ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് ഒരു 3 പച്ചമുളകും കൂടിയും കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുന്നുണ്ട്. മുളക് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. ഈ മുളകും കൂടി ഇട്ടിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കുക. കൂടുതലായിട്ട് വഴറ്റേണ്ട ആവശ്യമൊന്നുമില്ല. ചെറുതായിട്ടൊന്ന് സവാളയൊക്കെ ഒന്ന് സോഫ്റ്റായി വരുന്നത് വരെ ഒന്ന് വഴറ്റിയാൽ മതി. ഇപ്പോൾ ഇത് വെളിച്ചെണ്ണ വേണമെന്ന് യാതൊരു നിർബന്ധമില്ല. സൺഫ്ലവർ ഓയിലും ഉണ്ടാക്കാം. പക്ഷേ വെളിച്ചെണ്ണയിലൊക്കെ ഉണ്ടാക്കുമ്പോഴാണ് ഉപ്പേരിക്ക് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. ഇപ്പോൾ സവാളയുടെ കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. നല്ലതായിട്ടൊന്ന് സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച തക്കാളി ഉണ്ടല്ലോ, ഈ തക്കാളി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. തക്കാളി ഇട്ടതിന് ശേഷം ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ സവാളയും തക്കാളിയൊക്കെ നേരെ മിക്സ് ആയി കഴിഞ്ഞിട്ടുണ്ട്. ഇനി തക്കാളിയൊക്കെ ഒന്ന് സോഫ്റ്റ് ആയി കിട്ടണം. വേഗം സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ട് നമുക്കിതൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം. ഇപ്പോൾ തക്കാളിയൊക്കെ നന്നായിട്ട് സോഫ്റ്റ് ആയിട്ടുണ്ട്. നല്ല പഴുത്ത തക്കാളി ആവുകൊണ്ട് പെട്ടെന്ന് ഇത് സോഫ്റ്റ് ആയി കിട്ടും. തക്കാളിയിലെ വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ ആ വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കണം. സ്റ്റവിൻ്റെ ഫ്ലെയിമൊക്കെ ഒന്ന് കൂട്ടി വെച്ചിട്ട് ആ വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കുക. തക്കാളി നന്നായിട്ട് വെന്തിട്ടുണ്ട്. പ്രസ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും തക്കാളി നന്നായിട്ട് വെന്തിട്ടുണ്ടെന്ന്. കറിക്ക് ഉടച്ച് ചേർക്കണമെങ്കിൽ ഉടച്ച് ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി ഇതിലേക്കൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. ഒരു 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കുക. മുളക് പൊടിയൊക്കെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. പിന്നെ ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഇട്ടിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇത് നല്ല പഴുത്ത തക്കാളി ആവുകൊണ്ട് തക്കാളിയൊക്കെ നന്നായിട്ട് ഉടഞ്ഞ് ചേർന്നിട്ടുണ്ട്. ഇതുപോലെ ഉടഞ്ഞ് ചേരണമെന്ന് യാതൊരു നിർബന്ധമില്ല. ഇപ്പോൾ തക്കാളിയും ഉള്ളിയൊക്കെ നേരെ മസാലയിൽ നേരെ മിക്സ് ആയി കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മുടെ പാവയ്ക്ക ഇട്ട് കൊടുക്കുക. നമ്മൾ നേരത്തെ ഉപ്പ് വെള്ളത്തിലൊക്കെ ഇട്ടിട്ട് കഴുകി വെച്ച പാവയ്ക്കല്ലേ, ആ പാവയ്ക്ക ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അതിലെ വെള്ളമൊന്നും തീരെ ഇല്ലാതെ ഇട്ട് കൊടുക്കണം. പാവയ്ക്ക മാത്രമായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി ഈ പാവയ്ക്കയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുക. ഉപ്പിട്ടതിന് ശേഷം ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ പാവയ്ക്കയിൽ മസാലയൊക്കെ നേരെ മിക്സ് ആയി കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് അടച്ചു വെച്ചിട്ട് ലോ ഫ്ലെയിമിലൊന്ന് കുക്ക് ചെയ്തെടുക്കുക. ഇപ്പം നമ്മുടെ പാവയ്ക്കൊക്കെ വെന്തിട്ടുണ്ടാവും. ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. പാവയ്ക്കൊക്കെ നല്ലതായിട്ട് വെന്തിട്ടുണ്ട്. ഇനി സ്റ്റൗവിൻ്റെ ഫ്ലെയിമൊക്കെ ഒന്ന് കൂട്ടി വെച്ച് കൊടുക്കുക. നമ്മൾ ആ അടച്ചു വെച്ചിട്ടല്ലേ കുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വെള്ളമൊക്കെ ഒന്ന് ചെറുതായിട്ട് ഇറങ്ങി വന്നിട്ടുണ്ടാവും. അപ്പോൾ ആ വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കണം. ഉപ്പൊക്കെ ഒന്ന് പാകല്ലേ നോക്കുക. ഉപ്പൊക്കെ പാകല്ലെങ്കിൽ ഒന്ന് ഇട്ട് കൊടുക്കുക. ഉപ്പൊക്കെ അതിൽ കറക്റ്റാണ്, ഞാൻ നോക്കി നേരത്തെ. അപ്പോൾ പാകത്തിനുള്ള ഉപ്പൊക്കെ ഇട്ടുണ്ട്. ഇനി വെള്ളമൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കുക. ഇപ്പോൾ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് പൊടിയായി എരിഞ്ഞ മല്ലിയില ഇട്ട് കൊടുക്കാം. മല്ലിയില ഇട്ടതിന് ശേഷം ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ലാസ്റ്റിൽ ഇതിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടിയും തൂവി കൊടുക്കുക. വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം നമുക്കിതൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ ഈ 2 പാവയ്ക്ക റെസിപ്പികളും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. പാവയ്ക്കയുടെ കയ്പ്പൊക്കെ നന്നായിട്ട് കുറഞ്ഞിട്ടുണ്ട്. നമ്മളിതിൽ സവാളയും തക്കാളിയും പൊട്ടറ്റോ ഒക്കെ ചേർത്തതുകൊണ്ട്
നന്നായിട്ട് പാവയ്ക്കയുടെ കയ്പ്പ് കുറഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മുടെ സൂപ്പർ ട്രിക്സ് ഇല്ലേ പാവയ്ക്കയുടെ കയ്പ്പ് കുറയാനുള്ളത്, അതുകൊണ്ട് പാവയ്ക്കയുടെ കയ്പ്പൊക്കെ നന്നായിട്ട് കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ എന്നെ അറിയിക്കാൻ മറക്കല്ലേ. അപ്പോൾ നമുക്കിനി അടിപൊളി പുതിയ റെസിപ്പിയുമായി കാണാം. നന്ദി, നമസ്കാരം.